സതീശന്റെ ഒരു ഉണ്ടയില്ലാത്ത വടിയാണ്. കാരണം അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും അങ്ങനെ ഒരു ചർച്ചയും അതിന്റെ പേരിൽ പൂരത്തിന്റെ പേരിൽ എവിടെയും നടന്നിട്ടില്ല. പൂരം സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ചർച്ചയോ സംഭാഷണമോ നടന്നു എന്നുള്ളതിന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വി ഡി സതീശൻ പറയുന്നത്? വി ഡി സതീശൻ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. കാരണം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഗൌരവതരമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബിജെപിയെ കൂടി വലിച്ചിടാനാണ്, അല്ലെങ്കിൽ RSSനെ കൂടി വലിച്ചിടാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിലും നിലനിൽക്കാത്ത കാര്യങ്ങളാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ഉണ്ടയില്ലാത്ത വെടി. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എന്ത് സ്ഥലം ഇപ്പൊ ആർക്ക് വേണേ എവിടെയും പറയാമല്ലോ. ഉണ്ടെന്ന് കാണിക്കാൻ എന്താ തെളിവുള്ള? ഒന്നുമില്ല. CPM കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇപ്പൊ ഭൂമിയിലില്ല. കേരളത്തിലുള്ള CPMന്റെ നേതാക്കൾ പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ഒരക്ഷരം ശബ്ദിക്കാനുള്ള ത്രാണി കേന്ദ്ര കമ്മിറ്റിക്കില്ല. കേന്ദ്ര കമ്മിറ്റി അതിന്റെ ചെലവ് നടക്കുന്നത് സംസ്ഥാനത്തിന്റെ പിണറായി വിജയന്റെയും സംസ്ഥാന കമ്മിറ്റിയുടെ ഇതിലാണ്. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി ഇപ്പൊ ഇല്ലല്ലോ. എവിടെയാണ് കേന്ദ്ര കമ്മിറ്റി ഉള്ളത്? ജയിച്ചത് ഇങ്ങനെയൊരു രീതിയിലൂടെയാണെന്ന് CPMഉം കോൺഗ്രസും ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. BJP ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. അവർ തോറ്റതിന് മറ്റുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് സത്യസന്ധമായിട്ട് വിലയിരുത്താൻ പാർട്ടി നേരത്തെ തയ്യാറായി എന്നാണ് പറഞ്ഞത്. ആ പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം ഇത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ജയിച്ചതെന്ന് പറയുന്നു. BJP പൂരത്തിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. കാരണം പൂരം അലങ്കോലമാക്കാൻ, വിശ്വാസികളെ വ്രണപ്പെടുത്താൻ അവിടെ വലിയ നീക്കങ്ങൾ നടന്നു. അവിടെ വെടിക്കെട്ട് പാടില്ല, അവിടുത്തെ സ്റ്റാളുകൾക്കെല്ലാം 10 ഇരട്ടി പണം തീരുമാനം, ഇതൊക്കെ സത്യമല്ലേ? അതിനെതിരെ ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട്. അതിലെന്താണ്? ഞങ്ങൾ നാളെ രാഷ്ട്രീയമായ നിലപാടാണ് എടുക്കുന്നത്. സതീശന്റെ ഉദ്ദേശം ഇത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടണം. അതിനു വേണ്ടിയിട്ട് പൂരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.